ഹലോ ഗായ്സ്, ഇതാകട്ടോ എൻ്റെ അമ്മയുടെ അനിയത്തി. ഞാൻ നാട്ടിൽ വരെ പോയിരുന്നു. അപ്പോൾ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോഴത്തേന് ആൻറ്റി പറഞ്ഞു, ബാ നമുക്ക് കൃപാസനം വരെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ പോകുന്ന വഴി കേട്ടോ. പകുതി വഴി വരെ സ്കൂട്ടറിന് പോയിട്ട് അവിടെ സ്കൂട്ടർ വെച്ചിട്ട് പിന്നെ ബസ്സിനാട്ടോ ഞങ്ങൾ പോയത്. കാരണം കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് അങ്ങ് വരെ പോകണ്ടെന്ന് വെച്ചു. ഞങ്ങൾ 3 പേരാണ് പോയത്, ആൻറ്റിയും ഞാനും ആൻറ്റിയുടെ മോളും. ഇതാകട്ടോ KSRTC ബസ് സ്റ്റാൻഡ് ആലപ്പുഴ. അവിടെ ഞങ്ങൾ കൃപാസനത്തിൽ പോകാനുള്ള അടുത്ത ബസ്സിന് കയറി കേട്ടോ. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടാണ് ഒന്നിച്ചിരുന്നത്. ആൻറ്റി പുറയിലാട്ടായിരുന്നത്, കാരണം ഫ്രണ്ടിൽ സീറ്റില്ലായിരുന്നു. അത് ഞങ്ങൾ നേരെ കൃപാസനത്തിൽ ചെന്നു. കൃപാസനത്തിൽ 8 മണി ആയപ്പോഴത്തേന് ചെന്നു കേട്ടോ. എന്നിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു. അവിടെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അകത്തോട്ട് കയറിയപ്പോഴത്തേന് ഇതാണ് കേട്ടോ തേനും കാശുരൂപവും ഒക്കെ വാങ്ങിക്കുന്ന സ്ഥലം. അവിടുത്തെ തിരക്കില്ലായ്മ കണ്ട് ആരും പ്രതീക്ഷിക്കേണ്ട, കാരണം അവിടെ 9 മണി ആകുമ്പോഴത്തേനെ തുടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നത്. പിന്നെ സൺഡേ ആയതുകൊണ്ട് അവിടെ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അതിനൊക്കെ കൂടി മാതാവിൻ്റെ രൂപം കണ്ടില്ലേ, അവിടെ കേട്ടോ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ അച്ഛൻ്റെ നല്ല പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ കേട്ടോ ഉടമ്പടിയുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സ്ഥലം. കണ്ടില്ല, നല്ല തിരക്കാണ് കേട്ടോ. ഒരു 8-8:30 ആകുമ്പോഴത്തേന് കണ്ടില്ലേ, നല്ല തിരക്കാണ്. അവിടെ പിന്നെ വെള്ളം കുടിക്കാനാണ്, അത് കുടിച്ച് അത് കഴിഞ്ഞ് അവിടുത്തെ മണ്ണൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അവിടെ മാതാവിൻ്റെ നല്ലൊരു രൂപമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അത് കാണാൻ. അത് കഴിഞ്ഞ് കാശുരൂപം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ കണ്ടില്ല, ഇവിടെ നല്ല ക്യൂ ആയി കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ കുറേ നേരം ക്യൂ നിന്നിട്ട് അങ്ങ് വരെ ചെന്ന് ആൻറ്റി. പിന്നെ അവിടുന്ന് തേനും ഉപ്പും കാശുരൂപവും ഒക്കെ വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറിയപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേന് കണ്ടില്ല, അവിടെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടൊക്കെ കണ്ട്. ആലപ്പുഴ പിന്നെ ഹൗസ് ബോട്ട് മെയിൻ ആണല്ലോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നെൽപ്പാടങ്ങൾ കാണാൻ. ഇവിടെ ഞങ്ങൾ പോകുന്ന വഴി മൊത്തം ഇതായിരുന്നു കേട്ടോ, ഹൈവേ കൂടാണ് ഞങ്ങൾ പോയത്. അത് ഞങ്ങൾ നേരെ ബേക്കറി ചെന്നു, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. 3 ശാരദാശക്കൊക്കെ വാങ്ങിച്ചു, അത് കുടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് കണ്ടില്ല, ഞങ്ങൾ വണ്ടി വെച്ച് ഇവിടെ കേട്ടോ. അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് ഞാൻ എപ്പോൾ ആൻറ്റിയോടൊക്കെ പോയാലും എൻ്റെ അനിയത്തിയായിട്ടോ വണ്ടി ഓടിക്കുന്നത്. നല്ല രസമായിട്ടോ അവളോടെ പോകാൻ. അവൾ ഞാൻ ഭയങ്കര കൂട്ടാണ്. അത് ഞങ്ങൾ നേരെ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഇത് ഇത്രയുള്ള കാര്യം.